പ്രശാന്തേട്ട, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകണം, തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ആ പ്രചരണം തുടങ്ങിയത് പോലും. ജനങ്ങളെല്ലാവരും വിശ്വസിച്ചു, ക്രിസ്ത്യാനികളാകെ സുരേഷ് ഗോപി വോട്ട് കുത്തി. പക്ഷേ അവസാന നിമിഷമായപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു അപഖ്യാതി വളർന്നു. അതായത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആവില്ല, ഒരു സ്വതന്ത്ര വകുപ്പെങ്കിലും സുരേഷ് ഗോപിക്ക് ലഭിച്ചോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം പുള്ളിക്കാരൻ്റെ പ്രവർത്തനം നമുക്ക് കാണണമല്ലോ. പുള്ളിക്കാരൻ MP ആയിട്ടേ തൃശ്ശൂർ നടത്തിയ പ്രവർത്തനം കാണുമ്പോഴാണ് ജനങ്ങളൊക്കെ വോട്ട് ചെയ്തത്. അപ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്ന എങ്ങനെയായിരിക്കും സുരേഷ് ഗോപി? ഒരു അപഖ്യാതി വളർന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആയിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം BJPയുടെ ഇനിയുള്ള വളർച്ച സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിനെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് പ്രശാന്തേട്ടാ, സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ സകല കേന്ദ്ര കേരളത്തിലെ സകല നേതൃത്വത്തെയും കവച്ചു വെച്ചുകൊണ്ട് ഇവരൊരു ബെൽറ്റാവും. ഇവരൊരു ബെൽറ്റായിട്ട് നമ്മുടെ വടക്കൻ കേരളം സുരേഷ് ഗോപിയും തെക്കൻ കേരളം രാജീവ് ചന്ദ്രശേഖരൻ. കാരണം ഇപ്പോഴത്തെ BJPയുടെ പ്രവർത്തനങ്ങൾക്ക് അറിയാലോ, ആകപ്പെട്ട ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് BJP കയറി വരണം അറിയാലോ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നത്. പുള്ളിക്കാരി ഒരു സംസ്ഥാന പ്രസിഡന്റ് കൂടെ ആയി കഴിഞ്ഞാൽ കേരളത്തിലെ BJP ഏകദേശം ഒരു നമ്മുടെ അവിടെ അണ്ണാമലൈ ഒറ്റയ്ക്കാണെങ്കിൽ ഇവർ 3 പേരും കൂടെ ചേരുമ്പോൾ കേരളത്തിൽ ഒന്ന് കളിച്ചു പിടിക്കും എന്നാണ് ഒരു അഭ്യൂഹം എൻ്റെ. അപ്പോൾ സുരേഷ് ഗോപി നിലവിൽ കേന്ദ്രമന്ത്രി ആകുമെന്നാണ് പറയുന്നത്. ഈ അപഖ്യാതികൾക്കൊക്കെ എന്തെങ്കിലും ഒരു നിലനിൽപ്പുണ്ടോ? സുരേഷ് ഗോപി ആകില്ല. കാരണം 7-15 നമുക്കറിയാൻ പറ്റും. മോദി സർക്കാരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം പ്രവചനാതീതമാണ്. അവർ നടത്തി കഴിഞ്ഞ് മാത്രമേ നടത്തി നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താ തോന്നുന്നു, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകുമോ? ആയി കഴിഞ്ഞാൽ എന്തായി? സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി, അതിനകത്ത് ഇനി ധനുഷിന് ആശങ്കയൊന്നും വേണ്ട. ക്യാബിനറ്റ് റാങ്ക് കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്ത് വന്നിട്ട് 12 ചാർട്ടേഡ് ഫ്ലൈറ്റ് തിരിച്ചു പോയി. കേന്ദ്രമന്ത്രിയാണെന്നുള്ള ഒരു ഉറപ്പാണ്. ഇനി വകുപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും മോശമായ വകുപ്പുകളൊന്നും സുരേഷ് ഗോപി കൊടുക്കാൻ സാധ്യതയില്ല. അത് നല്ല വകുപ്പുകളെ കൊടുക്കത്തുള്ളൂ. കാരണം മോദി മന്ത്രിസഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വകുപ്പുകൾ കൊടുക്കുന്നത് ചുമ്മാതെ മന്ത്രിമാർക്കല്ല, എല്ലാ ആപ്റ്റായിട്ടുള്ളവർക്കേ കൊടുക്കുള്ളൂ. അമിത്ഷായ്ക്ക് ആഭ്യന്തരം കൊടുക്കും, രാജ്നാഥ് സിംഗിന് പ്രതിരോധം കൊടുക്കുന്നു, അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ ധനകാര്യം കൊടുക്കുന്നു, നമുക്ക് റെയിൽവേ മന്ത്രി അശ്വിനി അറിയാമല്ലോ, വൈഷ്ണവ്, പിന്നെ ജയശങ്കറിനെ അറിയാലോ. വകുപ്പുകളൊന്നും ഏതെങ്കിലും ആൾക്കാരെ മന്ത്രിയാക്കുന്നതിന് ഘടകകക്ഷികളുടെ വകുപ്പുകൾ പോലും കൊടുക്കുന്നത് പ്രാപ്തരായിട്ടുള്ള, അതിനകത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ കൊടുക്കുന്നത്. പിന്നെ സുരേഷ് ഗോപി ഒരിക്കലും പ്രചരണം അദ്ദേഹം മന്ത്രിയാവുമെന്ന് പറഞ്ഞ് നടത്തിയിട്ടില്ല. MP ആയതിനു ശേഷം അദ്ദേഹത്തിന് ചോദിച്ചു പറഞ്ഞു, എനിക്ക് MP ആയാൽ മതി, എനിക്ക് MP എന്നുള്ള പദവി മാത്രം മതി, എനിക്ക് ഇവിടുത്തെ ജനങ്ങളെ മൊത്തം സേവിക്കാനും ഇവിടെ വികസനം കൊണ്ടുവരുന്നതിന് അതിനുവേണ്ടി എനിക്ക് സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ കേന്ദ്രമന്ത്രിമാരും ഉണ്ട്, അവരെന്നെ സഹായിക്കുന്നവർ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ധനുഷ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സിനിമകളുണ്ട്, 7 സിനിമകളുണ്ട്. കാരണം അദ്ദേഹം ഒരു കള്ളനല്ലല്ലോ, അദ്ദേഹത്തിന് ഉപജീവനമാർഗം സിനിമയാണ്. ഈ നിങ്ങളീ പറയുന്ന പോലെ മന്ത്രി ആയാലും അല്ലെങ്കിൽ MP ആയാലും MLA ആയാലും യഥാർത്ഥ പൊതുപ്രവർത്തകനാണെങ്കിൽ ആ നിയോജകമണ്ഡലത്തിൽ ആളുകളിൽ ഓടിയെത്തണമെങ്കിൽ ആ കൊടുക്കുന്ന പൈസയ്ക്ക് അപ്പുറം കയ്യിൽ നിന്ന് പൈസ പോകും. അത് സുരേഷ് ഗോപിക്ക് എത്രയാ അറിയാം. കാരണം കഴിഞ്ഞ 5 കൊല്ലം അയാൾ രാജ്യസഭ MP ആയപ്പോൾ അയാൾ കയ്യിൽ പരിപാടി നടത്തിയത്. അപ്പം അദ്ദേഹത്തിന് മന്ത്രിയാവുന്നതിന് താല്പര്യം. കാരണം പുള്ളിക്കൊരു 5-6 സിനിമ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജീവിക്കാനും പറ്റും. പിന്നെ പുള്ളിയുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ വല്ലവരെ സഹായിക്കുക എന്നുള്ളത് അത് നടക്കും. അപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. കാരണം മോദിയുടെ പ്രത്യേക താല്പര്യമാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. കാരണം അതിനാണ് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചത്. കാരണം മോദിക്കറിയാം എന്ത് കാര്യം ഏൽപ്പിച്ചാലും സത്യസന്ധമായിട്ട് ഏൽപ്പിക്കുന്നതിനകത്ത് 100% കൃത്യത അല്ലെങ്കിൽ 200% കൃത്യതയോടുകൂടി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി വീണ്ടും കേന്ദ്രമന്ത്രിമാരെ പറയുന്നത് നമുക്ക് കേരളത്തിന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എന്നാൽ തൃശ്ശൂർക്കാർ അനുഭവിക്കുന്നവർ കേരളം മൊത്തം അതിന്റെ ഗുണം അനുഭവിക്കും. ഏറ്റവും കൂടുതൽ ഭാഗ്യവന്മാർ തൃശ്ശൂർക്കാരാണ്. കാരണം അവിടെ അത് നമ്മൾ ഒരു കാര്യം തൃശ്ശൂരെ ജനം ജാതിമത ഭേദമന്യേ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യും. ഇവിടെ എത്ര ചാണകമാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പശുവാന്ന് പറഞ്ഞാലും ഒക്കെ അതൊക്കെ മാറ്റി നിർത്തി അവർ അതൊന്നും നോക്കിയില്ല. കാരണം ഈ മനുഷ്യൻ ചാണകമോ അല്ല പശുവോ അല്ല, നന്മയുള്ള ഒരു മനുഷ്യനാണ്. എന്നിട്ട് ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയ്ക്ക് പറയുകയാണ്, എന്നിട്ട് അദ്ദേഹത്തെ യേശുക്രിസ്തുവിന് പോലും കിടക്കണ്ട സുരേഷ് ഗോപി ജയിച്ചത്. ആ സ്വഭാവം യേശുക്രിസ്തുവിന് കിടക്കണ്ട. അവിടെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തത് ആരെങ്കിലും കാണിച്ചാണ് വോട്ട് ചെയ്തത്. അതാ വോട്ട് ചെയ്താൽ എന്താ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ റെജി ലൂക്കോസ് യേശുക്രിസ്തുവിന്റെ ഒരു പടം മോർഫ് ചെയ്ത് കൊണ്ടുവന്നല്ലോ. ഇയാൾക്ക് വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഇതുപോലെ ചെയ്യാം? ഏതെങ്കിലും മതത്തിന്റെ പടം മോർഫ് ചെയ്ത കൈയും കാലും കാണത്തില്ല, മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കുന്തിരിക്കവും വേറെ മുദ്രാവാക്യം അവലും മലരും കുന്തിരിക്കംകാരന്റെ പുറത്തെ കയറാൻ ഒക്കത്തുള്ളൂ. വേറെ ആരുടെയും പുറത്ത് കയറിയാലേ ഈ കൈയും കാലും പൊങ്ങത്തില്ല, നല്ലപോലെ അറിയാം, മനസ്സിലാവുന്നുണ്ടോ? ഇവനൊക്കെ ആണെങ്കിൽ ഇടതുപക്ഷ സംവിധാനത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിരിക്കുക. ഇടതുപക്ഷ സംവിധാനം ഇവരെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. കാരണം ഇത് പാർട്ടി അറിഞ്ഞൊന്നുമല്ല, ഞാൻ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞ് കയറിയും കാച്ചിക്കൊള്ളുക. ഇനി മറുപടി പറയാൻ ഒക്കുവോ അല്ലെങ്കിൽ മറുപടി പറയാതിരിക്കാൻ ഒക്കുവോ? അപ്പൊ പിന്നെ അത് പോട്ടെ. അത് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പേര് കേൾക്കുന്നുണ്ട്. മോദി ജോർജ് കുര്യനെ മന്ത്രിയാക്കിയാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്ന ഡബിൾ പ്രൊമോഷനാണ്. അതായത് എന്താ ക്രിസ്ത്യാനി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനി കൊടുക്കുന്നുണ്ടല്ലോ, ചോദിക്കാതെ പറയുന്നത്. ബാക്കിയിടത്തെല്ലാം ആദ്യമേ തിരുമേനിമാരുടെ കാര്യം പറയണം, മറ്റേ മറിച്ച് പറയണം. ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നൽ വന്നപ്പോൾ തന്നെ ഡബിൾ പ്രൊമോഷൻ കൊടുക്കും. അതുപോലെ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് കേൾക്കുന്നുണ്ട്, ശോഭന ജോർജിന്റെ പേര് കേൾക്കുന്നുണ്ട്, സുരേന്ദ്രന്റെ പേര് കേൾക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് ആര് മന്ത്രിയായാലും നമുക്ക് നേട്ടമാണ്. കാരണം കേരളത്തിൽ നിന്ന് ഒരു MP 20%
വോട്ട് പിടിക്കുമ്പോൾ കേരളത്തെ ഇത്രയും പരിഗണിക്കുന്ന ഒരു പ്രധാനമന്ത്രി മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം കേരളത്തെ പരിഗണിച്ചില്ലേ? കേരളത്തിൽ നിന്ന് ഒരു MP ഇല്ലാത്ത സമയം നമുക്ക് മന്ത്രിയെ തന്നില്ലേ? അപ്പം ഇത്രയും പരിഗണനയോടുകൂടി കേരളത്തെ, ഈ കേരളമാണ് നരേന്ദ്രമോദിയെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ അതിനൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. നരേന്ദ്രമോദി ആക്രമിക്കുന്നത് കുറെ പ്രത്യേക ആൾക്കാരാണ്. അതിന് ചില ഫണ്ടിങ്ങും കാര്യങ്ങളും മറ്റൊരു മറിച്ചൊക്കെ ഉണ്ട്. അതൊക്കെ ഈ മോദി അധികാരത്തിൽ വരുമ്പോൾ അതിനുള്ള തീരുമാനം ഉണ്ടാവും. കാരണം ഇതുവരെ ഉള്ള ഒരു മോദി ആയിരിക്കത്തില്ല മൂന്നാം മോദി മന്ത്രിസഭയിൽ പ്രധാനമന്ത്രിയായിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. മോഹം ശകലം കറപ്പിച്ചും വിറപ്പിച്ചും ഒക്കെ മോദി മുന്നോട്ട് പോകും. കാരണം ഇന്ത്യ മഹാരാജ്യത്തെ ഇനിയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇന്ത്യ മഹാരാജ്യം ചിലരുടെ കൈകളിലാവും, അല്ലെങ്കിൽ വിധ്വംസ പ്രവർത്തകരുടെ കൈകളിലാവും എന്നുള്ള വളരെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ സുരേഷ് ഗോപി ഇപ്പൊ കേന്ദ്രമന്ത്രി ആകുമെന്ന് പറയുന്നത്, അതിന് മുമ്പ് ഇവർ പ്രചരിപ്പിച്ച കാര്യം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം സുരേഷ് ഗോപിക്ക് ഇനി സിനിമകൾ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, സുരേഷ് ഗോപി അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എങ്കിലും ഞാനൊരു ഒരാളെ അവിടെ പ്രത്യേകിച്ച് ഇന്ത്യക്ക് ആദ്യം ഒരു സീറ്റ് കിട്ടുമ്പോൾ സുരേഷ് ഗോപിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ, ഇനി സിനിമകൾ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ അത് ശരിയാണോ? അല്ല, ശരി, ആയിക്കോട്ടെ. അനുഷേ, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേ ഉള്ളൂ ജോലി ചെയ്യാതെ ആ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് കൊണ്ട് നടക്കുന്നത്. ബാക്കി ലോകത്തുള്ള എല്ലാ വികസിത രാജ്യങ്ങളിലും പ്രധാനമന്ത്രിക്ക് പോലും ജോലിയുണ്ട്. അപ്പം ഒരാൾക്കൊരു ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് മന്ത്രിസഭയെ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ അതിനപ്പുറം സമയം കണ്ടെത്തി ഇതൊക്കെ ചെയ്യാൻ. എടുത്ത് പറയേണ്ട കാര്യം ഇത് പറയുന്ന ആൾക്കാർ മുകേഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അതെ, മുകേഷും പറഞ്ഞു MLA ബഡായി ബംഗ്ലാവിൽ പോയി എന്ന് പന്നതിരുവല്ല, അദ്ദേഹത്തിനെ ചെയ്തല്ലേ. അദ്ദേഹം പറഞ്ഞല്ലോ, MLA ആവുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ ഈ ഒരു കാര്യത്തിനകത്ത് പറയും, ഞാൻ എന്റെ ജോലി ചെയ്ത് എനിക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ MLA ആയാലും ഇപ്പോഴും പറഞ്ഞു, ഇപ്പം രണ്ടാം മത്സരിച്ച് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചോദിച്ചു പറഞ്ഞു, ഞാൻ എന്റെ ജോലി ചെയ്ത് എനിക്ക് ജീവിക്കാം. എന്റെ ജോലി കഴിഞ്ഞിട്ട് ഈ ഇതും കൂടെ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റാത്ത? ആര് പറഞ്ഞു ചെയ്യാൻ പറ്റുന്നില്ലെന്ന്? വേറൊരു കാര്യം ഇതിനകത്ത് പറയുന്നത്, സുരേഷ് ഗോപി അനഭിമതനായി കണക്കാക്കിയ പല ആൾക്കാരും ഇപ്പൊ സുരേഷ് ഗോപിയുടെ പുറകെ വരുന്നുണ്ടെന്ന്. മമ്മൂട്ടി കമ്പനി സുരേഷ് ഗോപി സിനിമ ചെയ്യാൻ പോകുക, ഇനി എല്ലാം ചെയ്യും. ഇപ്പൊ തന്നെ ഇന്ന് ഒറ്റ നിമിഷം കൊണ്ട് സുരേഷ് ഗോപി ഇവിടുത്തെ ചാനൽ മുതലാളിമാർ മൊത്തം മാപ്രകൾ മൊത്തം സുരേഷ് ഗോപിയുടെ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. അതങ്ങനെയാ ലോകത്തിന്റെ ഒരു കാര്യം. മനസ്സിലായില്ലേ? പ്രകാശം ഉള്ളടത്തോട് ഈയെല്ലാം വരുന്ന എഴുതുന്നോളെ ഇനി സുരേഷ് ഗോപിയെ വേണം. സുരേഷ് ഗോപി ഇന്നലെ മന്ത്രിയല്ലല്ലോ. ഇന്നലെ വൈകിട്ട് സുരേഷ് ഗോപി ഡൽഹിയിൽ നടക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ മൊത്തം ഇതാണ് CRPF-കാരാ. വളരെ സുരേഷ് ഗോപി ഒന്നും അറിയുന്നില്ല, പക്ഷേ 25-30 കുട്ടികളെ വട്ടമുണ്ട്. കാരണം നിയുക്ത കേന്ദ്രമന്ത്രിയാണല്ലോ. അപ്പൊ അതിനെ നിയുക്ത കേന്ദ്രമന്ത്രി മാത്രമല്ല, അയാളുടെ റാങ്കും വ്യത്യസ്തമാണ്. ക്യാബിനറ്റ് റാങ്ക് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര സെക്യൂരിറ്റി അദ്ദേഹത്തിന് കൊടുക്കും. അപ്പം ഇന്നലെ തൊട്ടേ അദ്ദേഹം മന്ത്രിയാണ്. പുള്ളി ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. പുള്ളിക്ക് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ജോലി ചെയ്ത് അല്ലെങ്കിൽ വേറെ എങ്ങൊന്നും കാശ്, അതിനൊരു ശീലമേക്കില്ല. അത് നമുക്ക് കൃത്യമായി അങ്ങനെ ശീലിക്കാത്തവർക്ക് അത് പറ്റത്തില്ല. പക്ഷേ ഈ കാശ് മോട്ടിച്ചവർക്ക് കാശ് മോട്ടിക്കാൻ പറ്റും. അല്ലല്ല, ഞാൻ അതുപോലെ വല്ലവർക്കും എന്തെങ്കിലും കൊടുക്കണമെന്ന് താല്പര്യമുള്ളവർക്കേ കൊടുക്കാൻ പറ്റും. അല്ലാതെ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. താല്പര്യമാണ് പ്രശ്നം. ഇല്ലെങ്കിലും കൊടുക്കാൻ പറ്റും. സുരേഷ് ഗോപി കടത്തിന്റെ അങ്ങേയറ്റമായി നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് പിന്നെ വേറെ ആരോ ഇത് കൂടെ ഉള്ള സഹായിച്ചു ഇടയ്ക്ക് വെച്ച് മുങ്ങിപ്പോയതാണ്. എന്നാൽ അത്രയ്ക്കും ഈ ആൾക്കാർക്ക് കൊടുത്തുള്ളതാണല്ലോ. പറഞ്ഞാലൊന്നും പുള്ളി കേൾക്കത്തില്ല. പുള്ളിയെ ധനുഷിനറിയാലോ, പുള്ളിയുടെ പ്രത്യേക വീട്ടിലെ രീതിയിലുമാർ ഭാര്യ പറഞ്ഞാൽ പുള്ളിയുടെ തീരുമാനമാണ്. അത് നന്മയുടെ ഒരു നിറകുടമാണ്. അതുകൊണ്ട് എന്താ പുള്ളിയുടെ വന്ന് ചേരുവല്ലേ. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലോകം വരെ കൈകൂപ്പിയിരിക്കുന്ന നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ മകളുടെ നരേന്ദ്രമോദിയുടെ മുമ്പിൽ സുരേഷ് ഗോപി ആരാ, സുരേഷ് ഗോപിയുടെ കുടുംബം ആരാ, മകളാരാ? ഇവിടുത്തെ എത്രയോ നിർമ്മല സീതാരാമന്റെ മോടെ കല്യാണത്തിൽ ഇദ്ദേഹം പോയിട്ടില്ല. അറിയാം, കേന്ദ്രമന്ത്രിമാരൊക്കെ നടക്കും, പോയിട്ടില്ല. സമയമില്ല. ആ സ്ഥാനത്താണ്. എന്തിന്റെ കാരണം പറഞ്ഞാണെങ്കിൽ പോലും അവിടെ നിന്ന് കല്യാണം നടത്തിയിട്ട് അതിന്റെ തലയാഴ്ച വന്നിട്ട് പോയത്. അപ്പം അദ്ദേഹത്തിനെ ആഴത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ അത് വരുന്നത്. അല്ല, എന്നെ അത്ഭുതപ്പെടുത്തുന്നത് പ്രശാന്ത് ഏട്ടാ, മാധ്യമ പ്രവർത്തകർ, ഈ മാപ്രകൾ എന്ന് പറയുന്ന വലതുപക്ഷ വിരുദ്ധർ നരേന്ദ്രമോദി വലിച്ചു കീറുന്ന, ഇന്നലെ നമ്മുടെ ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് സുരേഷ് ഗോപി വളരെ നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹം പുള്ളി പറയാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ കാര്യം കേരളത്തിന്റെ എയിംസ് സുരേഷ് ഗോപി കൊണ്ടുവരുമോ. അപ്പൊ അറിയാം സുരേഷ് ഗോപി കൊണ്ടുവരുമോ. അത് ഇയാളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട പുള്ളിക്ക്. കാരണം ധനുഷ് ഇപ്പം മെട്രോ അത് നിസ്സാര പ്രോജക്റ്റ് അല്ല. കാരണം അത് അത്ര അവിടം വരെ കൊണ്ടില്ല. തൃശ്ശൂർകാർ വരെ ഞെട്ടിപ്പോയി. അത് കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ നീട്ടുവന്ന പുള്ളി പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ നിസ്സാര ദൂരമല്ല, അത്രയും ദൂരത്തിൽ സാധനം ചെല്ലുമെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഇത് പറയുകയാണ്. പറയുന്ന ചുമ്മാ പറയുന്ന ഒരാളല്ല. കഴിഞ്ഞ ദിവസം ഏതൊരു പ്രോജക്റ്റിന്റെ കാര്യം ഫണ്ട് അനുവദിച്ചിട്ട് പോലും അവിടെ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. രാഷ്ട്രീയ ഇടപെടുന്നത് PT ഉഷ ഫണ്ട് 20 ലക്ഷം അനുവദിച്ചു. ഇന്നലെ പറഞ്ഞു ഇനി ആര് ചെയ്തില്ലല്ലോ എന്റെ വീട്ടിന് 20 ലക്ഷം രൂപ കൊണ്ടുപോയി ചെയ്യും. കാരണം അത് പുള്ളി പറഞ്ഞ പോലെ ചെയ്യും. ഈ സുരേഷ് ഗോപിയുടെ ഈ കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു. അതായത് റിപ്പോർട്ടർ ചാനലിന്റെ മേധാവി ആൻഡോ അഗസ്റ്റിൻ അരുൺകുമാർ ഇരിക്കവേ മോത്ത ജാളിയത് കാണുമല്ലോ. അരുൺകുമാർ ഇരിക്കവേ പറയുന്നുണ്ട് സുരേഷ് ഗോപി ജയിക്കണം. അതായത് റിപ്പോർട്ടർ ചാനൽ വരെ സുരേഷ് ഗോപി എന്റെ പുള്ളിക്കാരൻ ഒരു കാര്യം പറയുന്നത് സുരേഷ് ഗോപിയുടെ പവറെ അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പിന്നെ ഞെട്ടി, പുള്ളിയുടെ ഒരു പവർ ഉണ്ടല്ലോ.
ഈ ആൻഡ്രൂ അഗസ്റ്റിന്റെ പ്ലേറ്റ്ലെറ്റ് ഡൗൺ ആയിപ്പോയി, ഫുഡ് പോയിസൺ അടിച്ച്. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ മിംസോ ഏതോ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് ഡൗൺ ആയപ്പോൾ ഉടനെ വെല്ലൂരിൽ എത്തിക്കണം. ആൻഡ്രൂ അഗസ്റ്റിൻ പറയുക സുരേഷ് ഗോപി എനിക്ക് ചെയ്തു തന്നെ എന്ന് പറഞ്ഞു. നികേഷൊക്കെ വായും വളർന്നിരിക്കുക, അത് പറയാം. പ്ലേറ്റ്ലെറ്റ് എത്രയും വേഗം വെല്ലൂരിൽ എത്തിക്കണം. വെല്ലൂരിൽ എത്തിക്കാനായിട്ട് ഹെലികോപ്റ്ററിൽ വേണം പോകാൻ. അവിടെ ലുലുവിലെ ഹെലിപാഡിൽ ഇറങ്ങണം. ആരും മൈൻഡ് ചെയ്തില്ല, എല്ലാരെയും വിളിക്കുന്നു. ആരെ കൊണ്ട് സാധിക്കുന്നില്ല, നടക്കില്ല. അവസാനമാണ് സുരേഷ് ഗോപിയെ വിളിക്കുന്നത്. സുരേഷ് ഗോപിയെ വിളിച്ചപ്പം എന്റെ പുള്ളി പറയണം ഒരൊറ്റ കോളില് എന്റെ ഫ്രണ്ടിൽ ഹെലികോപ്റ്റർ വന്നു. നേരെ അവിടെ വെല്ലൂരിലുള്ള കളക്ടർ വിളിച്ചു, ഹെലികോപ്റ്റർ വന്നു, ആൾക്കാർ വന്നു, എല്ലാം വന്നു, എടുത്തോണ്ട് പോയി. അടുത്തതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഹൈലൈറ്റിൽ പറയുകയാണ്, ഞാൻ അവിടെ ഇറങ്ങാൻ പോയപ്പോൾ ഹെലിപാഡിൽ എനിക്ക് രാവിലെ 9 മണിക്ക് അവിടെ ഇറങ്ങണം. അവിടെ ഇറങ്ങാൻ പോയപ്പോ ആ ഹെലിപാഡിൽ ഗവർണർ ഇറങ്ങുകയാണ്. തമിഴ്നാട് ഗവർണർ ഇറങ്ങുന്ന സ്ഥലത്ത് ഒരാൾക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റും? സുരേഷ് ഗോപി ആ സമയത്ത് സുരേഷ് ഗോപി ചെയ്തതാണ് ഞാൻ ഞെട്ടിച്ചത്. കാരണം നേരെ പ്രധാനമന്ത്രിയെ വിളിച്ചു, ഒരൊറ്റ കോള്. പ്രധാനമന്ത്രിയെ വിളിച്ചപ്പോൾ ഗവർണർ ഇറങ്ങിയത് 11 മണിക്ക്, ഞാൻ ഇറങ്ങിയത് 9 മണി. എനിക്കാണ് അവിടെ പ്രയോറിറ്റി എന്നത്. അതാണ് സുരേഷ് ഗോപിയുടെ പവർ എന്ന് പറയുന്നത്. ധനുഷ് പറഞ്ഞ നേരിട്ട് പ്രധാനമന്ത്രി വിളിക്കുന്ന പറഞ്ഞാൽ കേന്ദ്രമന്ത്രിമാർക്ക് പറ്റത്തില്ല. കേന്ദ്രമന്ത്രിമാർ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് സെക്യൂരിറ്റി. ഇദ്ദേഹത്തിന്റെ ഫോൺ നേരിട്ട് പ്രധാനമന്ത്രി അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോ വലിപ്പത്തിലാണ് ആ മനുഷ്യനെ അവർ പ്രധാനമന്ത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അത് എന്തോ വലിപ്പത്തിലാണ് അദ്ദേഹത്തെ. നമ്മുടെ അദ്ദേഹത്തിന്റെ വലിപ്പം ഇവിടെ ഓരോ ചെള്ളുകള് ഈ ആർക്കും വിമർശിക്കാമല്ലോ. ചെല്ലു കഴിഞ്ഞ ദിവസം തന്നെ ഇദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തൊരു ഓരോരുത്തരും മതി. ഇപ്പൊ പിന്നെ ആർക്കും ഫേസ്ബുക്കും ആർക്കും യൂട്യൂബും ഒക്കെ ഏതെങ്കിലും ആരെന്നെ ഇനി സൂര്യൻ ഊച്ചി രാത്രി ചന്ദ്രൻ പൂർണ്ണേന്ദ്രൻ ഊച്ചി പട്ടി കിടന്ന് കുറയ്ക്കും. പട്ടി കിടന്ന് കുറച്ചിട്ട് അത് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുമല്ല, ചന്ദ്രന് വല്ലതും പറ്റുമോ എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ ഒക്കെ പുറകെ നടന്നിട്ട് വല്ല കാര്യമുണ്ട്. പുള്ളി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പുള്ളി ശ്രദ്ധിച്ചാൽ ഏത് ലെവലിൽ പോകും ധനുഷ് ശത്രുവിനെ തീരുമാനിക്കുമ്പോൾ ധനുഷിന്റെ റേഞ്ചിൽ അല്ലെങ്കിൽ ധനുഷ് ഇവിടെ പോകും. ധനുഷ് റോഡെ നടന്നു പോവുക, നിങ്ങളെ 10 പേര് അറിയുന്ന ആളാ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെലിബ്രിറ്റി ഇമേജ് കാണുമായിരിക്കും. നിങ്ങളെ അവിടെ നിന്ന് ഒരു കള്ളുകൂടി വെളിവ് കിട്ടും, ചീത്ത വിളിക്കുക, ധനുഷിനെ പോയി അടിച്ചാൽ ധനുഷിന്റെ റേഞ്ച് അവിടെ പോകും. അപ്പൊ ഇതൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നതാണ്. ഇവരൊക്കെ കിടന്ന് പറഞ്ഞിട്ട് ഇവന്റെയൊക്കെ ജന്മം മൊത്തം അല്ലോന്റെ കുറ്റം പറയാനും ഇങ്ങനെ അല്ലോന്റെയും പദവികളും അല്ലെങ്കിൽ ഇതുപോലുള്ള ഉയർച്ചകളും കണ്ട് അസൂയപ്പെടാനും ജീവിതം എങ്ങനെ നശിച്ചു പോകാനും ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. അതിന് സുരേഷ് അങ്ങനെയും കുറെ ജീവികൾ വേണമല്ലോ. ഇതെല്ലാം ഈ പ്രൊമോഷന്റെ ഭാഗമാണല്ലോ. അല്ലാതെ ഈ ചുമ്മാ ഒന്നും ഒരാൾ വലുതാകത്തില്ലേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സുരേഷ് ഗോപി എന്ന് പറയുന്നതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ആൾക്കാർ ശ്രദ്ധിക്കാൻ ഒരു വലിയ കക്ഷിയാണ് സുരേഷ് ഗോപി. ഈ ചില ആൾക്കാരെല്ലാം ഗിമിക്സിന് വേണ്ടിയിട്ട് ഭരണം പിടിക്കാനും അധികാരം പിടിക്കാനൊക്കെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് പിന്നെ അത് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാലോ, ഇപ്പൊ സോളാർ കേസിലൊക്കെ തന്നെയായിരുന്നാലും ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കണം, ഉമ്മൻചാണ്ടിയെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞ് സജിതയെ ബൂസ്റ്റ് ചെയ്ത് കാണിച്ചു, ഭയങ്കരമായിട്ട് ഫ്രണ്ടിലോട്ട് പോയി ഭരണം പിടിച്ച ശേഷം സോളാർ കമ്മീഷൻ തന്നെ പിരിച്ചുവിടേണ്ട അവസ്ഥയാണ്. ഒന്നും പറ്റില്ല. ഭരണം പിടിച്ചു കഴിഞ്ഞാൽ ചൂടിറങ്ങി. പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്, സുരേഷ് ഗോപി എത്ര ആത്മാർത്ഥമുള്ള മനുഷ്യനാണെന്ന് ആലോചിച്ച് നോക്കണം. സുരേഷ് ഗോപി പറയുന്നത്, ഞാൻ ഇവിടെ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് മറ്റേ വിഷയമാണ്, കരിവന്നൂർ. പുള്ളി മറന്നിട്ടില്ലത്. ആ പദയാത്ര നടന്നപ്പോ പദഗോപി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ഹുമാറിന്റെ ഒക്കെ ചന്തിയിൽ പാള വെച്ച് കെട്ടാനുള്ള സമയം കഴിഞ്ഞു. ഇവരാരും അതിന്റെ അല്ലേ തലേന്നല്ലേ നമ്മുടെ മുരളി സംസാരിച്ചു. ഇവരാരും സുരേഷ് ഗോപി അവിടുത്തെ ജനത്തിന്റെ മനസ്സിലോട്ട് കയറിയത് അറിഞ്ഞില്ല. അത് വലിയ പാടാ, മനസ്സിലോട്ടം കയറി. അത് വെളിയിൽ ആർക്കും അറിയത്തില്ല. ഇവരാരും വിചാരിച്ചില്ലെന്ന്. ഇവർ വിചാരിച്ച് നേരത്തെ ഈ കമ്മീഷനകത്ത് സുരേഷ് ഗോപി നടക്കുന്ന പോലെ പുള്ളി നടന്നിട്ട് അങ്ങ് പൊക്കോളും, കഴിഞ്ഞ പ്രാവശ്യം കൂട്ട് സംഭവിച്ചോളൂ. അങ്ങനെയല്ല. സുരേഷ് ഗോപി ഇവരാരും നടക്കുന്ന പോലെ സുരേഷ് ഗോപിയിൽ കാണുന്നത് അദ്ദേഹത്തിലുണ്ട്. അല്ലാതെ ഇവരുടെയൊക്കെ കൂട്ട് അഭിനയമൊന്നുമില്ല. സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനല്ല, അയാൾ ഒരു പച്ചയായ മനുഷ്യനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ ഇതുവരെ ഞങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, ഞങ്ങളെ പലരെയും സഹായിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം പറയുന്ന കാര്യമെല്ലാം ചെയ്തു തരും, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്നു. ജാതിമത ഭേദമന്യേ വോട്ട് ചെയ്തു. സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ കേരളം ഇളക്കി മറിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം.